കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്ത് സംഭവിച്ച ജനാധിപത്യ വിജയങ്ങളിൽ തിളക്കമേറിയ ഒന്നാണ്. ഈ സമരം നയിച്ച അഭിജിത് ദീപ്കെ പറഞ്ഞൊരു കാര്യം ഏറെ പ്രധാനമാണ്. അത് ഇന്ത്യയിലെ ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ വംശീയ സ്വഭാവം വിളിച്ചു പറയുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു: ഞാനൊരു ഉമർ ഖാലിദ് ആണെങ്കിൽ എനിക്ക് സമരം നയിക്കാനാവുമായിരുന്നില്ല. അവരെന്നെ എപ്പോഴേ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചേനെ, സമരത്തെ അടിച്ചമർത്തിയേനെ എന്ന്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. കാരണം സമരത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സമരം ആരംഭിച്ചപ്പോൾ തന്നെ ജിഹാദി വിളികളും പാകിസ്ഥാൻ ബന്ധം ആരോപണങ്ങളും ആരംഭിച്ചിരുന്നു. മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ രാംകുമാർ പറഞ്ഞത് CJP എന്നാൽ കമ്മ്യൂണിസ്റ്റ് ജമാഅത്ത് പാർട്ടി എന്നോ ചൈനീസ് ജമാഅത്ത് പാർട്ടി എന്നോ ആയാണ് കണക്കാക്കേണ്ടത് എന്നാണ്. രാജ്യദ്രോഹികളായ ഏതാനും പേരുടെ കയ്യിൽ രാജ്യത്തെ യുവാക്കൾ കളിപ്പാട്ടങ്ങളാക്കപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജമാഅത്ത് സാന്നിധ്യം അദ്ദേഹത്തെ പോലെ പലരും കണ്ടിരുന്നു എന്നതുമാണ് വാസ്തവം. മുസ്ലിങ്ങൾ പങ്കെടുത്താലും ഇല്ലെങ്കിലും അവർ അറസ്റ്റ് ചെയ്യപ്പെടും, വീട് റെയ്ഡ് ചെയ്യപ്പെടും, ബന്ധുക്കൾ തുറങ്കിലടയ്ക്കപ്പെടും എന്നതാണ് സമരാനന്തരമുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ജന്തർ മന്ദറിൽ പ്രതിഷേധക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്ത സന്നദ്ധ പ്രവർത്തകൻ മുഹമ്മദ് ജുനൈദിന്റെ വീട്ടിൽ ഉത്തർപ്രദേശ് പോലീസ് റെയ്ഡ് നടത്തി അദ്ദേഹത്തിന്റെ സഹോദരനെയും പിതാവിനെയും കസ്റ്റഡിയിലെടുത്തതായുള്ള വാർത്തകൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരും സമര നേതാക്കളും ഇടപെട്ടിട്ടുണ്ട്. ബംഗാളിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പ്രതിഷേധിച്ച 14 പേരെയാണ് ഗുണ്ട ആക്ട് ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇതിൽ 13 പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല, അറസ്റ്റ് ഇനിയും തുടരുമെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നു. വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്തുണയേകി പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ച 3 മുസ്ലിം യുവാക്കളെ അസമിലെ ലഖിംപൂരിൽ നിന്ന് അസം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത 152 വകുപ്പ് പ്രകാരമാണ് ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി പേർക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. സമര പിന്തുണയ്ക്കായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിലും കേസെടുത്തതായി അറിയുന്നു. 2500 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നതും വേട്ടയാടപ്പെടുന്നതും സാങ്കേതികമായി സമരത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിലായിക്കൊള്ളണമെന്നില്ല, മറ്റു പലതിൻ്റെയും പേരിലാവാം. എന്തായാലും സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഭരണകൂടം വേട്ടയാടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പിന്തുണയും സഹായവും ചെയ്യാൻ സമര നേതൃത്വം തയ്യാറാവണം. സമരത്തിന്റെ പിന്തുണയുമായി എത്തിയ കലാകായിക രംഗത്തെയും സാംസ്കാരിക മേഖലയിലെയും പ്രമുഖർ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പിന്തുണയുമായി എത്തേണ്ടതുണ്ടെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അതിക്രമങ്ങൾ കാണിച്ചതും പൊതുമുതൽ നശിപ്പിച്ചതും സമരത്തിൽ നുഴഞ്ഞു കയറിയവരാണെന്നാണ് CJP പറയുന്നത്. ഈ പ്രസ്താവന സമരത്തിൽ പങ്കെടുത്തവരിൽ ആശങ്ക സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിക്രൂര മർദ്ദനം ഏറ്റുവാങ്ങി സമരം വിജയിപ്പിച്ച എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതും ഇനിയുള്ള മുന്നോട്ടുപോക്കിൽ വളരെ പ്രധാനമാണ്. സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ മുഖ്യ ഇരകളായ മുസ്ലിങ്ങൾ ഈ സമരത്തിൽ കാര്യമായി പങ്കെടുത്തില്ലെന്നാണ് സമരക്കാരുടെയും സമരാനുകൂലികളുടെയും അഭിപ്രായം. മുൻ അനുഭവങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ചില മുസ്ലിം കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമരത്തിൽ ഇടപെട്ടാൽ മറ്റെല്ലാവരും രക്ഷപ്പെട്ട് പുറത്തു വരും. എന്നാൽ മുസ്ലിങ്ങളുടെ കാര്യം അങ്ങനെ അല്ലെന്നാണല്ലോ അനുഭവം. പൗരത്വ സമര സമയത്തും അതിനുശേഷവും മുസ്ലിം സമൂഹം അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ ചെറുതല്ല. ഷർജിൽ ഇമാമിനെയും ഉമർ ഖാലിദിനെയും പോലെ നിരവധി പേർ ജയിലിൽ കഴിയുകയാണ്. പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അഫ്രീൻ ഫാത്തിമയുടേതെന്ന പോലെ പലരുടെയും വീടുകളും കിടപ്പാടങ്ങളും ബുൾഡോസർ രാജിൽ തകർന്നടിഞ്ഞതും നാം കണ്ടതാണ്. അങ്ങനെ അനന്തമായി നീളുന്ന വിചാരണ തടവുകളും കേസുകളുമാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാവാം അവരെ ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചത്. സംഘപരിവാറിന്റെയും സമാന ചിന്താഗതിക്കാരായ മതേതര ദേശീയവാദികളുടെയും മുൻകൈയിൽ വളർത്തിയെടുത്ത ഇസ്ലാമോഫോബിക് യുക്തികൾ, സംഘപരിവാർ ശക്തികൾ എന്തിൽ നിന്നും ഏതിൽ നിന്നും മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചപ്പോൾ സംഘപരിവാരം ഉയർത്താൻ ഇടയുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചുള്ള ഭീതിയിൽ മതേതരരും ദേശീയവാദികളും ചെയ്യുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം സ്വത്തും കളഞ്ഞ് സെക്കുലറുകളായവർക്ക് മാത്രമേ സമരത്തിൽ ഇടം ലഭിച്ചുള്ളൂ.
എന്തായാലും സമരാനുഭവങ്ങൾ പറയുന്നത് ഇത് മോഡിയുടെ ഹിന്ദുത്വ ഇന്ത്യ തന്നെ എന്നാണ്. ജനാധിപത്യ മതേതര ഇന്ത്യയായി ഇതിനെ പരിവർത്തിപ്പിക്കാൻ ഇത്തരം സമര പരമ്പരകൾ തന്നെ വേണ്ടിവരും.